ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നവംബർ 6, 11 എന്നിങ്ങനെ 2 തീയതികളിലായി 2 ഘട്ടമായിട്ടാണ് ഇത്തവണ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുക. ദേശീയ തലത്തിൽ BJPയെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കാൻ പോകുന്നത്. ബീഹാറിലെ ഭരണം ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒന്നായിട്ട് മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം കേന്ദ്രത്തിലെ ഭരണത്തെ പോലും മാറ്റിമറിക്കുന്ന ഒന്നാകുമെന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി വളരെ കരുതലോടുകൂടിയാണ് ഇത്തവണ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഒരു വശത്ത് കോൺഗ്രസും RJDയും നേതൃത്വം നൽകുന്ന മഹാഗഠബന്ധൻ അഥവാ ഇന്ത്യ മുന്നണി ബീഹാറിൽ അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. മറുവശത്ത് NDA എന്ന് പറയുന്നത് BJP നേതൃത്വം നൽകുന്ന സഖ്യം, അതിൽ JDUവും മറ്റ് ചില ചെറിയ പാർട്ടികളുമാണുള്ളത്. ചിരാഗ് പാസ്വാന്റെ LJP ഉണ്ട്, ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ചയുണ്ട്. അത്തരത്തിലുള്ള ചെറു പാർട്ടികളൊക്കെ തന്നെ ഉണ്ട്. അവരെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന ഒരു സഖ്യമാണ്. ആ സഖ്യത്തിനെതിരായിട്ടുള്ള ജനവികാരം വലിയ രൂക്ഷമായ രീതിയിൽ അവിടെ അലയടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ 2 മാസമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതിന്റെ ഒരു ഫലമായിട്ടാണ് രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാര യാത്രയും പിന്നാലെ തേജസ്വി യാദവ് നടത്തിയ ഒരു പദയാത്രയും ഒക്കെ തന്നെ വലിയ വിജയമായിട്ട് പോവുകയും ആ റാലിയിലും പൊതുയോഗങ്ങളിലും ഒക്കെ തന്നെ ആൾക്കൂട്ടം വന്ന് നിറയുകയും ഒക്കെ തന്നെ ചെയ്തത്. ഈ 2 നേതാക്കളെയും കാണാനും അവരോട് തങ്ങളുടെ പരിവേദനങ്ങൾ അറിയിക്കാനുമായിട്ട് നിരവധി സാധാരണക്കാരാണ് എത്തിയത്. പ്രധാനമായിട്ടും ഈ വോട്ടർ അധികാർ യാത്ര, അതായത് ഈ പറയുന്ന ബീഹാറിലെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കിയ ഒരു സംഭവം, അത് ആ ജനങ്ങളോട് വിശദീകരിക്കാൻ രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും കഴിഞ്ഞിട്ടുണ്ട്. വോട്ട് ചെയ്യാനുള്ള അധികാരം, വോട്ടവകാശത്തിന്റെ ഒരു പവർ, അത് ആ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ സഖ്യത്തിന് കഴിയുകയും ചെയ്തു. എങ്കിൽ പോലും ഏറ്റവും അവസാനം ഈ അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ ഏതാണ്ട് 40 ലക്ഷത്തിലധികം പേർക്ക് അവിടെ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറിയ പങ്കും സ്ത്രീ വോട്ടർമാരാണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന BJPയും JDUവും ഒക്കെ വലിയ ഒരു പ്രതിരോധത്തിലാണ്. കാരണം ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരവിടെ വലിയ രീതിയിലുള്ള പദ്ധതികളൊക്കെ തന്നെ നടത്തുന്ന ഒരു സമയത്ത് മറുവശത്ത് സ്ത്രീകളായിട്ടുള്ള ഏതാണ്ട് 19 ലക്ഷത്തോളം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കി അവർക്ക് വോട്ടവകാശം നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അത്തരം ഒരു നീക്കം നടത്തിയത്. ഒരു തരത്തിൽ ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്കൊരു അടി കൊടുക്കാമെന്ന നിലയിലാണ് അവർ ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന് തുടക്കം കുറിച്ചതെങ്കിലും ഏറ്റവും അവസാനം അത് പൂർത്തിയായി വരുമ്പോൾ ഇങ്ങനെ സ്ത്രീ വോട്ടർമാരെ പുറന്തള്ളിയതിലൂടെ തങ്ങൾക്ക് തന്നെ അതൊരു വലിയ തിരിച്ചടിയായി മാറുന്നു എന്നാണ് BJP ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് മോദിക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് മാറും. അധികാര രാഷ്ട്രീയത്തിൽ മോദിയെ സംബന്ധിച്ച് ഇത് 25ാം വർഷമാണ്. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി തുടങ്ങിയ ഒരു യാത്ര അതിപ്പോൾ കഴിഞ്ഞ 11 വർഷമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലും ഇങ്ങനെ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ആണ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിൽ 3ാം തവണ അധികാരത്തിലെത്തിയിരിക്കുന്ന BJP കേന്ദ്രത്തിൽ അത്ര സുരക്ഷിതമായ ഒരു രീതിയിലല്ല ഭരണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 2 തവണയും അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ അതില്ല. 400-ലധികം സീറ്റെന്ന ലക്ഷ്യവുമായിട്ട് ഇറങ്ങിയ BJPയെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം പിടിച്ചു കെട്ടുന്ന കാഴ്ച കണ്ടു. 240ഓളം സീറ്റുകൾ മാത്രമേ BJPക്ക് നേടാൻ സാധിച്ചുള്ളൂ. സഖ്യത്തിന് ഏതാണ്ട് 300 സീറ്റുകൾ മാത്രമാണുള്ളത്. മറുവശത്ത് ശക്തമായ ഒരു പ്രതിപക്ഷം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന കഴിഞ്ഞ 2 തവണയും ഒറ്റയ്ക്ക് ഭരിച്ച് മുന്നോട്ട് പോയ BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലധികം സീറ്റുകളുടെ ഒരു ശക്തി നൽകിയ ഒരു മുന്നോട്ട് പോക്ക്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. അവർക്ക് ഈ പറയുന്ന സഖ്യകക്ഷികളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ കേവല ഭൂരിപക്ഷത്തിലേക്ക് പോലും അവർ എത്തുന്നുള്ളൂ. അതുകൊണ്ട് സഖ്യകക്ഷികളെ കൂടി വിശ്വാസത്തിലെടുത്ത് മാത്രമാണ് BJPക്ക് ഭരണം മുന്നോട്ട് നയിക്കാൻ കഴിയുന്നത്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് നരേന്ദ്രമോദി വല്ലാതെ ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് അനുഭവിക്കുന്നുണ്ട്. എന്തായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് എതിരായാൽ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാവുകയാണെങ്കിൽ മറുവശത്ത് അത് NDAയിൽ വലിയൊരു തിരിച്ചടിക്ക്, ഒരു പൊട്ടിത്തെറിക്ക് കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബീഹാറിലെ തന്നെ സഖ്യകക്ഷിയായ JDU ദേശീയ തലത്തിൽ അവർക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്. ആ പിന്തുണ ഒരുപക്ഷെ അവർ പിൻവലിച്ചേക്കാം. അത്
ആന്ധ്രയിലേക്കും അതിന്റെ ഒരു അനുരണനങ്ങൾ എത്താമെന്നാണ് മനസ്സിലാക്കുന്നത്. ബീഹാറിൽ നിന്നും JDU അവിടെ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവും സമാനമായ നിലയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം ദേശീയ തലത്തിൽ മോദിയുടെ പ്രഭാവം മങ്ങിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം എന്ന ഒരു ചോദ്യം അവരിലൊക്കെ തന്നെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് മോദിയെ സംബന്ധിച്ച് വളരെ വലിയ ഒരു എന്താ പറയുക, നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അത് നീങ്ങുകയാണ്. മോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പരീക്ഷണശാലയായിട്ട് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു. അവരെ സംബന്ധിച്ച് ബീഹാറിൽ ഇനിയിപ്പോൾ ഈ 17-ാം തീയതിയാണ് ഒന്നാം ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. അതിന് മുന്നോടിയായിട്ട് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കേണ്ടതുണ്ട്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട്. അതിന് അവർക്ക് ഈ മുന്നണിയിലെ സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ഭിന്നിപ്പ് മുന്നണിക്കകത്ത് രൂപപ്പെട്ടിരിക്കുന്നു. പല പാർട്ടികളിൽ ചെറു പാർട്ടികളായ ചിരാഗ് പാസ്വാന്റെ LJPയും ഒപ്പം തന്നെ ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും ഒക്കെ തന്നെ കൂടുതൽ സീറ്റുകൾക്ക് വേണ്ടി വിലപേശുകയാണ്. LJP 40 സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്, ജിതൻ റാം മാഞ്ചി 15 സീറ്റുകളാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ അത് കൊടുക്കാൻ കഴിയില്ല എന്നാണ് BJPയുടെയും JDUവിന്റെ നേതൃത്വം പറയുന്നത്. അങ്ങനെയെങ്കിൽ തങ്ങളെ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന ഒരു നിലപാടിലേക്ക് ഈ രണ്ട് പാർട്ടികളും എത്തുന്നുണ്ട്. 15 സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ തങ്ങൾ മത്സരിക്കാനേ ഇല്ല എന്നാണ് ജിതൻ റാം മാഞ്ചി പറയുന്നത്. അതായത് ആ ഒരു നിലപാട്, പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണ ഏറെയുള്ള ഒരു വ്യക്തിയാണ് ജിതൻ റാം മാഞ്ചി. അദ്ദേഹം മുൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം എടുത്താൽ അതിന്റെ ഒരു പ്രതിഫലനം വോട്ടിങ്ങിലും ഉണ്ടാകും. അത് BJPക്കും NDAക്കും വലിയ തിരിച്ചടിയാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. അത് BJPക്കും നന്നായിട്ട് അറിയാം. ഒപ്പം തന്നെ 5 MP ചിരാഗ് പാസ്വാന്റെ LJPയും വളരെ നിർണായകമായ ഒരു ശക്തിയാണ്. അവരെയും പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നാൽ കൂടുതൽ സീറ്റ് ചിരാഗ് പാസ്വാന് കൊടുക്കുന്നത് ഈ പറയുന്ന JDUവിന് അത്ര പിടിക്കുന്ന കാര്യമല്ല. നിതീഷ് കുമാറിനെ അതൃപ്തി അക്കാര്യത്തിലുണ്ട്. കാരണം കൂടുതൽ ശക്തി ചിരാഗ് പാസ്വാന്റെ LJP നേടുകയാണെങ്കിൽ അത് തങ്ങൾക്ക് ക്ഷീണമായിട്ട് മാറുമെന്ന ഒരു തിരിച്ചറിവ് നിതീഷ് കുമാറിനുണ്ട്. അങ്ങനെ ഈ പാർട്ടികൾക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്പർദ്ധ, ഭിന്നത, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അത് പൂർത്തിയാക്കിയിട്ട് വേണം ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വരികയാണെങ്കിൽ BJPക്ക് സ്ഥാനാർത്ഥി മോഹികളുടെ വലിയൊരു നിര തന്നെയുണ്ട്. അത് പാർട്ടിക്ക് വലിയൊരു തലവേദനയായിട്ട് ഇതിനോടകം മാറിയിട്ടുണ്ട്. ഏതാണ്ട് 100 സീറ്റുകളാണ് BJPക്ക് മത്സരിക്കാൻ ലഭിക്കുന്നതെങ്കിൽ പല സ്ഥലങ്ങളിലും അത് നിരവധി ആളുകൾ, ഓരോ മണ്ഡലങ്ങളിലും നിരവധി ആളുകൾ സ്ഥാനാർത്ഥി മോഹികളായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം BJPയുടെ അലിനഗറിൽ നിന്നുള്ള ഈ MLA രാജിവെക്കുന്ന ഒരു കാഴ്ചക്കുണ്ട്. പാർട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പാർട്ടി പിന്നോക്ക വിഭാഗങ്ങളെ കൈവിട്ടിരിക്കുകയാണ്. ദളിതുകളോടും പിന്നോക്ക വിഭാഗക്കാരോടും പാർട്ടിക്ക് എന്താ പറയുക, ഒരു തൊട്ടുകൂടായ്മ ഉള്ള ഒരു സമീപനമാണ്. അല്ലെങ്കിൽ അവരെ മുഖവിലേക്ക് എടുക്കാത്ത, അവരെ തിരിഞ്ഞു നോക്കാത്ത, അവരെ പുറന്തള്ളുന്ന ഒരു സമീപനമാണുള്ളത്. അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതി പാർട്ടിക്ക് ഇല്ലാതെ പോയി. അത്തരമൊരു പാർട്ടിയിൽ തനിക്ക് നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അലിഗറിൽ നിന്നുള്ള MLA അദ്ദേഹം BJPയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് പറയുന്നത്. അലിനഗർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ അദ്ദേഹം കഴിഞ്ഞ തവണ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു MLA ആണ്. അദ്ദേഹം പറയുന്നത് തന്റെ ഒരു തനിക്ക് വലിയ രീതിയിൽ ഈ പിന്നോക്കക്കാർക്കിടയിൽ സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്റെ ഒരു മികവിൽ 1-2 മണ്ഡലങ്ങളിൽ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പിന്നോക്കക്കാരെ തിരിഞ്ഞു നോക്കാൻ, ദളിത് വിഭാഗങ്ങളെ തിരിഞ്ഞു നോക്കാൻ BJP തയ്യാറായില്ല. അവരുടെ ആ രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് താൻ പാർട്ടി വിടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പല പല പ്രശ്നങ്ങൾ BJPക്കുള്ളിലുണ്ട്. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയാൽ തന്നെ നിലവിലെ MLA-മാർക്കെല്ലാം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ അവർ റിബലുകളായിട്ട് രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ചിലരൊക്കെ തന്നെ സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ മറ്റു പാർട്ടികളിൽ ചേക്കാറാൻ സാധ്യതയുണ്ട്. സ്ഥാനാർത്ഥി മോഹികൾ സീറ്റ് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ അവരും ഈ പറയുന്ന പാർട്ടിക്ക് എതിരായിട്ട് രംഗത്ത് വരാനുള്ള സാധ്യത ഒക്കെ തന്നെ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ വലിയ ഒരു പ്രതിസന്ധിയാണ് BJP നേരിടുന്നത്. അത് BJPയുടെ പ്രതിസന്ധിയല്ല, അത് അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ ഒരു പ്രതിസന്ധിയായിട്ട് മാറുകയാണ്. അദ്ദേഹം വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി നേരിടുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലൊരു തിരിച്ചടിക്ക് അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്നതാണ് BJP പോലും ഇപ്പോൾ അടക്കം പറയുന്നത്. കാരണം ഈ മോദി പ്രഭാവം എന്നുള്ളതിന് വലിയ മങ്ങലേറ്റിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ അതിന് തെളിവാണ്. അതുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി അത്തരം ഒരു തിരിച്ചടി ഉണ്ടായാൽ പിന്നീട് മോദി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും. അത് ദേശീയ രാഷ്ട്രീയത്തിൽ BJPയുടെ തന്നെ നിലനിൽപ്പ് അപ്രസക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം പറയുന്നത്.